സ്കിൽ റൈനോയുടെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന കറണ്ട് അഫയേഴ്സുകൾ നോക്കാം. 17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആരൊക്കെയാണ്? CP രാധാകൃഷ്ണൻ, സുദർശൻ റെഡ്ഡിയാണ്. ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനും പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി സുദർശൻ റെഡ്ഡിയാണ് മത്സരിക്കുന്നത്. 2025 ഓഗസ്റ്റ് 7-നാണ് തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നത്. 2025 ഓഗസ്റ്റ് 7-നാണ് തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നത്. ഇലക്ഷൻ നടക്കുന്നത് സെപ്റ്റംബർ 9-നാണ്. 2025 സെപ്റ്റംബർ 9-നാണ് ഇലക്ഷൻ നടക്കുന്നത്. അന്ന് തന്നെയാണ് ഈ ഇലക്ഷന്റെ ഫലവും വരുന്നത്. അപ്പോൾ അതിന്റെ സ്ഥാനാർത്ഥികൾ CP രാധാകൃഷ്ണനും സുദർശൻ റെഡ്ഡിയുമാണ്. അടുത്ത ചോദ്യം നോക്കാം. 2025 ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കേരളത്തിലെ പദ്ധതി. 2025 ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കേരളത്തിന്റെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ക്യാൻസർ രഹിത കണ്ണപുരം എന്ന പദ്ധതിയാണ്. 2016-ലാണ് ഈ ഒരു പദ്ധതി നിലവിൽ വരുന്നത്. 2016-ലാണ് ഈ ഒരു പദ്ധതി നിലവിൽ വരുന്നത്. കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം പഞ്ചായത്തിലാണ് ക്യാൻസർ വിമുക്തി നേടുന്നതിനായി ഈ ഒരു പദ്ധതി നിലവിൽ വന്നത്. അടുത്ത ചോദ്യം നോക്കാം. തെരുവു കന്നുകാലികളുടെ സംരക്ഷണത്തിനായി ഗൗതം യോജന ആരംഭിക്കുന്ന സംസ്ഥാനം. തെരുവു കന്നുകാലികളുടെ സംരക്ഷണത്തിനായി ഗൗതം യോജന ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഛത്തീസ്ഗഡ് ആണ്. തെരുവിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാന അഗ്നിശമന സേനയിൽ ഡ്രൈവറായ ആദ്യ വനിത. സംസ്ഥാന അഗ്നിശമന സേനയിൽ ഡ്രൈവറായ ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് B ജ്യോതിയാണ്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഫയർ സ്റ്റേഷനിലാണ് ജ്യോതി അപ്പോയിൻമെന്റ് ആയിട്ടുള്ളത്. ചെമ്മീൻ ചലച്ചിത്രം പുറത്തിറങ്ങിയിട്ട് എത്ര വർഷം? ചെമ്മീൻ എന്ന ചലച്ചിത്രം പുറത്തിറങ്ങിയിട്ട് എത്ര വർഷമാണ്? 60 വർഷമാണ് ആയിട്ടുള്ളത്. 1965-ലാണ് ഈ ഒരു ചിത്രം പുറത്തിറങ്ങുന്നത്. 1965-ലാണ് ഈ ഒരു ചിത്രം പുറത്തിറങ്ങുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ചെമ്മീൻ എന്ന ഈ ചലച്ചിത്രം പുറത്തിറങ്ങിയത്. കേരളത്തിൽ നിന്നും പ്രസിഡന്റ് സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ മലയാള ചിത്രം കൂടെയാണ് ചെമ്മീൻ. പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ മലയാള ചലച്ചിത്രം കൂടെയാണ് ഏത്? ചെമ്മീൻ. ചെമ്മീൻ ഇറങ്ങിയിട്ട് 60 വർഷമാണ് 2025 ആവുമ്പോൾ ആകുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഹരിതമിത്രം ആപ്ലിക്കേഷന്റെ പരിഷ്കരിച്ച പതിപ്പ്. ഹരിതമിത്രം ആപ്ലിക്കേഷന്റെ പരിഷ്കരിച്ച പതിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഹരിതമിത്രം 2.0 ആണ്. നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും നിന്നും മാലിന്യം ശേഖരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഹരിതമിത്രം. അതിൻ്റെ പരിഷ്കരിച്ച ഒരു പതിപ്പാണ് ഹരിതമിത്രം 2.0. അതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഫീച്ചർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് പണം അടയ്ക്കാം, അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് നടത്താം എന്നൊരു ഫീച്ചർ കൂടെ ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഹരിതമിത്രം 2.0 എന്ന പരിഷ്കരിച്ച പതിപ്പാണ് ഹരിതമിത്രം 2.0. അടുത്തിടെ ശ്രമശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. അടുത്തിടെ ശ്രമശ്രീ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളാണ്. ശ്രമശ്രീ പദ്ധതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒരുപാട് ആൾക്കാർ ജോലിക്കായി തൊഴിലിനായി പോകുന്നുണ്ട്. അവർക്ക് തിരിച്ചു വരുമ്പോൾ ആ തൊഴിൽ നഷ്ടമായോ അല്ലെങ്കിൽ തൊഴിൽ നിർത്തിയോ തിരിച്ച് ബംഗാളിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവർക്ക് മറ്റൊരു ജോലി കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ മറ്റൊരു ജോലി റെഡിയാകുന്നത് വരെ, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് 5000 രൂപ നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ ശ്രമശ്രീ പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ആന്റി ഡ്രോൺ സംവിധാനം സജ്ജമാകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കാൻഡ്ല തുറമുഖമാണ്. ആന്റി ഡ്രോൺ സംവിധാനം സജ്ജമാകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖം കാൻഡ്ല തുറമുഖമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. ഏകദേശം 15 കിലോമീറ്റർ ദൂരെ വരെയുള്ള ശത്രു ഡ്രോണുകളെ നിർവീര്യമാക്കാൻ സാധിക്കുന്ന ഡ്രോൺ സംവിധാനമാണ് ഈ ആന്റി ഡ്രോൺ സംവിധാനം. ഏറെ അപകട സാധ്യതയുള്ള ഒരു തുറമുഖം കൂടെയാണിത്. പാകിസ്ഥാനുമായി കൂടുതൽ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏറെ അപകട സാധ്യതയുള്ള തുറമുഖമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അത് അറിയാനുള്ള സംവിധാനമാണ് ഈ ആന്റി ഡ്രോൺ സംവിധാനം. ഇന്ന് ഡിസ്കസ് ചെയ്ത പ്രധാന കറണ്ട് അഫയേഴ്സുകൾ ഒന്നുകൂടെ നോക്കാം. 2025 ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കേരളത്തിലെ പദ്ധതി. ക്യാൻസർ രഹിത കണ്ണപുരം. തെരുവു കന്നുകാലികളുടെ സംരക്ഷണത്തിനായി ഗൗതം യോജന ആരംഭിക്കുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. സംസ്ഥാന അഗ്നിശമന സേനയിൽ ഡ്രൈവറായ ആദ്യ വനിത B ജ്യോതി. ആന്റി ഡ്രോൺ സംവിധാനം സജ്ജമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖം കാൻഡ്ല തുറമുഖം. ചെമ്മീൻ ചലച്ചിത്രം പുറത്തിറങ്ങിയിട്ട് എത്ര വർഷം? 60 വർഷം. ഹരിതമിത്രം ആപ്ലിക്കേഷന്റെ പരിഷ്കരിച്ച പതിപ്പ് ഹരിതമിത്രം 2.0. അടുത്തിടെ ശ്രമശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ. 17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് CP രാധാകൃഷ്ണൻ, സുദർശൻ റെഡ്ഡി. ഈ ആഴ്ചത്തെ പ്രധാന കറണ്ട് അഫയേഴ്സുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.